ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ +2 സോഷ്യോളജി സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. +1 സോഷ്യോളജി നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അതിന്റെ പ്ലേലിസ്റ്റ് എല്ലാം നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ +2 സോഷ്യോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ +1 സോഷ്യോളജി അപേക്ഷിച്ച് നോക്കുമ്പോൾ +2 സോഷ്യോളജി വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഈ +2 ഉള്ളതിൽ വെച്ചും ഏറ്റവും പഠിക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് സോഷ്യോളജി ആണ് കേട്ടോ. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. നമ്മൾ എന്തായാലും എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നോക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇനി നിങ്ങൾ ലാസ്റ്റ് ടൈമിലൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ചാപ്റ്ററിന്റെ നെയിം നോക്കാം. ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടൽ എന്നുള്ള പാഠഭാഗമാണ്. ചെറിയൊരു ചാപ്റ്ററാണ്. ഓക്കെ, അവിടെ നിങ്ങൾ ആവശ്യമില്ലാത്തതൊന്നും പഠിക്കണ്ട. ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതി. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വൈസ് ആണ് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ഹു സ്റ്റഡീഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സണൽ പ്രോബ്ലംസ് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ്, അതായത് വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ച അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളതാണ്. സി റൈറ്റ് മില്ലാണ് കേട്ടോ. അത് നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാ, സി റൈറ്റ് മിൽസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു സീ അവർ സെൽഫ് ഫ്രം ദ ഔട്ട്സൈഡ് ആസ് ഹൗ അതേഴ്സ് സീ അസ് ഈസ് കോൾഡ് എന്താണ്? അതായത് മറ്റുള്ളവർ നമ്മളെ എങ്ങനെ വീക്ഷിക്കുന്നു എന്ന് പുറമേ നിന്ന് സ്വയം വീക്ഷിക്കുന്നതിനെ എന്ത് പറയുന്നു? എന്താ? ആത്മപ്രതിഫലനം അല്ലെങ്കിൽ സ്വയം പ്രതിഫലനം, അല്ലെങ്കിൽ എന്താണ്? സെൽഫ് റിഫ്ലെക്സിവിറ്റി. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് യൂസ്ഡ് ടു മാർക്ക് എ പേഴ്സൺസ് പൊസിഷൻ ഇൻ സൊസൈറ്റി, അതായത് സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം അടയാളപ്പെടുന്നതിന് ഉപയോഗിക്കുന്ന അതിന്റെ പേരെന്താ? എന്താണ്? സാമൂഹ്യ ഭൂപടം അല്ലെങ്കിൽ സോഷ്യൽ മാപ്പ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? എന്താണ് സമൂഹശാസ്ത്ര സങ്കല്പം? സെയിം സാധനം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഈ നാലാമത്തെ ആൻസർ. അതായത് എന്താ? പേഴ്സണൽ പ്രോബ്ലംസും പബ്ലിക് പ്രോബ്ലംസും തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് പറയുന്നതാണ് എന്ത്? സി റൈറ്റ് മില്ലിന്റെ ആണ് ഈ ഒരു സിദ്ധാന്തം. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അഞ്ചാമത്തെ നോക്കാം. വൈ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് പ്രിയർ നോളജ് ഈസ് ബോത്ത് ആൻ അഡ്വാൻറ്റേജ് ആൻഡ് എ ഡിസ്അഡ്വാൻറ്റേജ് ഫോർ ദ സ്റ്റഡി ഓഫ് സോഷ്യോളജി. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് മുന്നറിവുകൾ സമൂഹശാസ്ത്ര പഠനത്തിന് ഒരേ സമയം നേട്ടവും ദോഷവും ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് നോക്കാം? അതിന്റെ ഗുണങ്ങൾ എന്താണ്, അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളത്. അതായത് നമുക്ക് എന്താണ് സോഷ്യോളജിയെ പറ്റിയിട്ട് എല്ലാവർക്കും എന്തുണ്ടാവും? മുന്നറിവുണ്ടാവും അല്ലേ? ആരും ആദ്യമായിട്ടല്ല ഈ ഒരു സബ്ജക്റ്റ് എന്താ പറയാ പഠിക്കുന്നത്. കാരണം എന്തൊന്നും എടുത്താലും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് നമുക്കൊരു ചെറിയ മുന്നറിവെങ്കിലും ഉണ്ടാവും. അതെങ്ങനെയാ? നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടിയതായിരിക്കും. അപ്പൊ ഒന്നാമത്തെ ഗുണം എന്താണ്? സമൂഹശാസ്ത്ര പഠനം അത് എളുപ്പമാക്കുന്നു. മുന്നറിവ് എന്താണ്? എളുപ്പമാക്കുന്നു എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മാത്തമാറ്റിക്സ് പറയുകയാണെങ്കിൽ അതിൽ എന്ത് വരുന്നുണ്ട്? ട്രിഗ്നോമെട്രി. ഫിസിക്സ് പറയുകയാണെങ്കിൽ അതിൽ കുറെ ലോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എന്താ കെമിസ്ട്രി പറയുകയാണെങ്കിൽ റിയാക്ഷന്റെ കാര്യങ്ങൾ. ഇതൊക്കെ എന്താണ്? നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യമായിരിക്കും അല്ലെ? പക്ഷേ നമ്മളെ സോഷ്യോളജി എങ്ങനെയാണ്? നമ്മളൊരു കുട്ടി ജനിച്ച് അതെന്താണ് വളരുമ്പോൾ ഇങ്ങനെ അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അല്ലെ? ഇപ്പൊ മതമായാലും ഇപ്പൊ എന്ത് കാര്യമായാലും സോഷ്യോളജിയിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു മുന്നറിവ് നമുക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? അത് പഠനം എളുപ്പമാക്കുന്നു. രണ്ടാമത്തെ എന്താണ്? സമൂഹശാസ്ത്രത്തെ ഭയം ഉണ്ടായിരിക്കില്ല. അതായത് ഈ ഒരു വിഷയത്തെ ഭയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് നിത്യജീവിതവുമായി പഠനത്തെ ബന്ധപ്പെടുത്താൻ നമുക്ക് കഴിയും അല്ലെ? ഇപ്പൊ ഇതിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ്? നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. ഇതൊക്കെയാണ് എന്ത് ഗുണങ്ങളായിട്ട് പറയേണ്ടത്. ഇനി ദോഷങ്ങൾ, ഡിസഡ്വാൻറ്റേജ് നോക്കാം. ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടായിരിക്കില്ല. അതായത് നമുക്ക് നമ്മളെ മുന്നറിവ് എന്താണ്? നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് വരുന്നതാ. അതിനെന്താണ്? എല്ലാവരുടെ അറിവ് ഒരേപോലെ ആയിരിക്കില്ല. അതുകൊണ്ടാണ് അത് പറയുന്നത് എന്ത്? ശാസ്ത്രീയമായിട്ടൊരു അടിത്തറ അതിനുണ്ടാവില്ല എന്നുള്ളത്. ഓക്കെ, അടുത്ത നോക്കാം. സമൂഹത്തെ കുറിച്ച് നാം പഠിച്ച ചില മുന്നറിവുകൾ നമുക്ക് മറക്കേണ്ടി വരും. കാരണം എന്താ? നമ്മൾ മനസ്സിലാക്കിയത് തെറ്റായിരിക്കാം. അപ്പൊ നമ്മളിത് പഠിക്കുമ്പോൾ, ശാസ്ത്രീയമായിട്ട് പഠിക്കുമ്പോൾ അതെന്താണ്? മറക്കേണ്ടി വരും. ഓക്കെ, മൂന്നാമത്തെ നോക്കാം. ഭാഗിക അറിവുകളായിരിക്കും ഉണ്ടായിരിക്കുക. എന്ത്? നമുക്ക് മുന്നറിവ് എന്ന് പറയുന്നത് ഭാഗികമായിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. പൂർണ്ണമായിട്ട് അതിനെ കുറിച്ച് വലിയ നോളജ് നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ ചുറ്റുപാടിൽ വളർന്നു വരുമ്പോൾ എപ്പോഴോ ഒന്ന് കേട്ടതായിരിക്കാം ചിലപ്പോൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണ് എവിടെ എഴുതണ്ടേ? ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ദോഷങ്ങളിൽ എഴുതണ്ടേ കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ, ആറാമത്തെ നോക്കാം. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എ സോഷ്യൽ മാപ്പ് ആൻഡ് എ ജിയോഗ്രഫിക്കൽ മാപ്പ്? അതായത് സാമൂഹിക ഭൂപടവും ഭൂമിശാസ്ത്രപരമായ ഭൂപടവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? അപ്പൊ നമുക്കറിയാം ഈ ജിയോഗ്രഫിക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്?
അതായത് നമ്മളെ സ്ഥാന നിർണ്ണയം അല്ലെ. നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ജോഗ്രഫിക്കൽ മാപ്പ് ഉപയോഗിക്കുന്നത്? അതായത് ഭൂമിശാസ്ത്രപരമായ ഭൂപടം, അതായത് ഒന്ന് ഭൂരൂപത്തെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ എന്താണ് നമുക്ക് സ്ഥലങ്ങൾ സ്ഥാന നിർണ്ണയം നടത്താൻ. പക്ഷെ സോഷ്യൽ മാപ്പ് എന്താണ്? സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം കണ്ടുപിടിക്കാൻ അല്ലെ. അതാണ് സോഷ്യൽ മാപ്പ് എന്ന് പറയുന്നത്, സാമൂഹ്യ ഭൂപടം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നോക്കുക, എ സോഷ്യൽ മാപ്പ് ഹെൽപ്സ് us to determine our place in society, but a geographical map helps to determine the topography and understanding of landforms. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ മലയാളമാണെങ്കിൽ സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം നിർണ്ണയിക്കാൻ സാമൂഹിക ഭൂപടം സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്ഥല നിർണ്ണയത്തിനും, ഇവിടെ ചെറിയ തെറ്റ് വരുന്നിട്ടുണ്ട്, സ്ഥല നിർണ്ണയത്തിനും ഭൂരൂപങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഭൂമിശാസ്ത്രപരമായ ഭൂപടം ഉപയോഗിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ സോഷ്യൽ മാപ്പും ജോഗ്രഫിക്കൽ മാപ്പും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്ര പഠിച്ചാൽ മതി. ഈ ഒരു 6 ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ ചാപ്റ്റർ +2 സോഷ്യോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ എന്ത് ചെയ്യാം? അടുത്ത ദിവസം നമ്മുടെ ചാപ്റ്റർ 2 ആയിട്ട് കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിങ്ങനെ പഠിക്കാട്ടോ നിങ്ങൾ, എളുപ്പമാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ വീഡിയോസ് വാച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് കേട്ടോ.